ഒപ്പം ജീവിക്കുന്നവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലം. വൈരാഗ്യം തോന്നിയാൽ മക്കളെന്നോ ഭാര്യയെന്നോ പോലും പരിഗണിക്കാതെ ആസൂത്രണത്തോടെ കൊലപ്പെടുത്താൻ മടിക്കാത്തവർ. പത്തനംതിട്ടയിൽ ഭാര്യയോടുള്ള സംശയത്തിന്റെ പേരിൽ വീടിന് തീയിട്ട സംഭവത്തിൽ വീട്ടമ്മയും മക്കളും ഉൾപ്പെടെ 3 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പത്തനംതിട്ട വകയാർ കൊല്ലമ്പടിയിലാണ് സംശയത്തെ തുടർന്ന് ഭർത്താവ് വീടിന് തീയിട്ടതിന് പിന്നാലെ ഭാര്യയ്ക്ക് പൊള്ളലേറ്റത്. ജനുവരി 30 പുലർച്ചെ 1:30 സംഭവം. രജനിയുടെയും ഭർത്താവ് സിജുവിന്റെയും 2ാം വിവാഹമായിരുന്നു. വിവാഹശേഷം ഇരുവരും ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഏറെക്കാലമായി ഇയാൾക്ക് ഭാര്യയ്ക്ക് മേൽ സംശയമുണ്ടായിരുന്നു. സംഭവം നടക്കുന്ന ദിവസം രാത്രി വീട്ടുകാർ ഉറങ്ങാൻ കിടന്നതായിരുന്നു. പിന്നാലെ എന്തോ ശബ്ദം കേട്ട് ഉണർന്നു. അപ്പോഴാണ് വീടിന് തീപിടിച്ച വിവരം മനസ്സിലാകുന്നത്. ഈ സമയം ഭർത്താവ് സിജുവിനെ കണ്ടില്ല. തുടർന്ന് മുറിയിലുണ്ടായ രജനിക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയായിരുന്നു. വീടിന്റെ ഇരുമ്പ് കഴുക്കോലിൽ തൂങ്ങി മുകളിൽ കയറി ഓടിളക്കി മാറ്റിയാണ് മക്കൾ 2 പേരും പുറത്തിറങ്ങിയത്. തുടർന്ന് നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽക്കാരുമായി ചേർന്ന് വാതിൽ വെട്ടിപ്പൊളിച്ച് വീട്ടമ്മയെ പുറത്തെത്തിക്കുകയായിരുന്നു. സമീപവാസികൾ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കോന്നി പോലീസും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ രജനിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കോന്നി പോലീസ് പൂങ്കാവ് എന്ന സ്ഥലത്തു നിന്നും പിടികൂടുകയായിരുന്നു. ഭാര്യയോടുള്ള സംശയത്തെ തുടർന്നാണ് പെയിന്റിംഗ് തൊഴിലാളിയായ സിജു പെട്രോൾ ഉപയോഗിച്ച് വീടിന് തീയിട്ടത്. വീട്ടമ്മയും മക്കളും കിടന്നുറങ്ങിയ മുറിയിലേക്ക് പെട്രോൾ ഒഴിച്ച ശേഷം കതകിന് മുകളിലുള്ള വെന്റിലേഷനിലൂടെ തീപ്പന്തം എറിയുകയായിരുന്നു. വീടിന്റെ കതക് പുറത്തുനിന്നും പൂട്ടിയ ശേഷമാണ് പ്രതി വീടിന് തീയിട്ടത്. സംഭവത്തിൽ വീടിന്റെ ഒരു ഭാഗം മുഴുവൻ കത്തുകയും ചെയ്തിരുന്നു. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട.